നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഹോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ ഡെയിലി വെയറുകളും ഫംഗ്ഷൻ വെയറുകളും കാണിക്കുന്നുണ്ട് കേട്ടോ. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ തരത്തിലുള്ള കുർത്താ സെറ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ വെയർസ് ലൈക്ക് എന്താ പറയുക, ഡെയിലി വെയറുകൾ, അതുപോലെ പാർട്ടി വെയറുകൾ, വെഡ്ഡിങ് വെയറുകൾ, ഫെസ്റ്റീവ് വെയറുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടും എൻ്റെ ഒരു ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. ഫ്ലിപ്കാർട്ടിലും ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. 199 രൂപ മുതൽ 10,000 രൂപ വരെ റേഞ്ചിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാരീസും അതുപോലെ തന്നെ സ്യൂട്ട്സും ഒക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് റീജിയണൽ ലാംഗ്വേജിൽ, അതായത് പ്രാദേശിക ഭാഷയിൽ നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ നമുക്ക് വാങ്ങിയ സാധനം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. അതുപോലെ തന്നെ ഈസി ആയിട്ട് എന്താ പറയുക, റീഫണ്ട് കിട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തവണ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് നോക്കാം. നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഡെയിലി വെയർ കുർത്താ സെറ്റാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഫുൾ കുർത്താ സെറ്റുകളാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇഡാലിയ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കുർത്താ സെറ്റാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ എടുത്തിരിക്കുന്നതൊക്കെ ഇഡാലിയ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. അപ്പോൾ എന്താ പറയുക, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുർത്താ സെറ്റുകളാണ് നമ്മൾ ഇത്തവണ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്താ സെറ്റാണ്. മസ്റ്റാർഡ് യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലുള്ള പാൻറ്റും ആണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ്. പക്ഷെ എന്താ പറയുക, കോട്ടൺ ഡ്രസ്സ് ഇട്ട് അതേ ഫീൽ തന്നെയാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഡിസൈൻ പാറ്റേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് പാറ്റേൺ ആണ്, വേറെ കാര്യമായിട്ടുള്ള വലിയ ഡിസൈൻ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു കുർത്ത വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഫ്ലെയർഡ് കുർത്തയുടെ ഡിസൈനാണ്. ഡിസൈന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് ഫ്ലെയർഡ് കുർത്തയല്ല, സൈഡ് സ്ലിറ്റ്സ് ഉള്ള സ്ട്രേറ്റ് കുർത്ത തന്നെയാണ്. കണ്ടോ, സൈഡ് സ്ലിറ്റ്സ് ഉള്ള കുർത്തയാണ്. പക്ഷെ ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് എന്താ പറയാ, ഫ്ലെയർഡ് കുർത്തയുടെ ആ ഒരു ഡിസൈൻ, അതായത് ഒരു വേസ്റ്റ് ലൈൻ കട്ടൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഒരു കട്ടിന് താഴെ ഇതുപോലെ ചുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇത് സാധാരണ ഫ്ലെയർഡ് കുർത്തക്കാണ് വരാറുള്ളത്. പക്ഷെ ഇത് ആ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ, നോർമൽ കുർത്ത തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുർത്ത നോക്കാം. റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്, ഒരു കീ ഹോൾ നെക്കാണ്, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ സ്ലീവ്സ് വന്നിട്ട് 3/4 ആണ് സ്ലീവ്സ്. സ്റ്റാൻഡേർഡ് സ്ലീവ്സ് ആണ് കേട്ടോ, സ്റ്റാൻഡേർഡ് ലെങ്ത് ഉള്ള സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇവിടെ ഒരു ബട്ടൺ ക്ലോഷർ ഉണ്ട്. നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. പിന്നെ യോക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു കട്ട് കാണുന്നുണ്ടാവും, കട്ടല്ല, ഇങ്ങനെ ഒരു എന്താ പറയുക ക്രോസ് ആയിട്ടുള്ള ലൈൻസ് കാണുന്നുണ്ടാവും. ഇത് വന്നിട്ട് എംബ്രോയിഡറി വർക്കാണ്, സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. ത്രെഡ് കൊണ്ടാണ് കേട്ടോ ഇവർ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ സോളിഡ് പാറ്റേൺ ആണ്, ഒരു ഡിസൈനും ഇല്ല, പ്ലെയിൻ ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള കുർത്തിയാണ്. ലെങ്ത് വന്നിട്ട് കാഫ് ലെങ്ത് ആണ്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനൊക്കെ. അപ്പം ഞാൻ ഇത്തവണ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ എക്സൽ സൈസ് ആണ്. കാരണം അവർ ഫിറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ടൈറ്റ് ഫിറ്റ് ആവുമോ എന്ന് വിചാരിച്ചിട്ട് എക്സൽ സൈസ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഒരുപാട് ലൂസാണ്, എല്ലാ കുർത്താ സെറ്റുകളും ഒരുപാട് ലൂസാണ്. സോ നിങ്ങൾ നിങ്ങളുടെ റെഗുലർ സൈസ് പർച്ചേസ് ചെയ്താൽ മതി, ഒരു സൈസ് കൂട്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ബ്രാൻഡഡ് ഡ്രസ്സിൻ്റെ ഒക്കെ സൈസ് എന്തായാലും റെഗുലർ സൈസ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്താ പറയുക, റെഗുലർ സൈസ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇതാണ് കുർത്ത. ടെസൽ ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ട്. ടെസലിൻ്റെ ഒക്കെ കളർ പാൻറ്റിൻ്റെ കളറാണ്, ഒരു പേസ്റ്റൽ ഗ്രീൻ. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനേക്കാളും കുറച്ചുകൂടി ഒരു ലൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാൻറ് നോക്കാം. പാൻറ് വന്നിട്ട് പെലാസോ പാൻറ്റാണ്. പാൻറ്റൊക്കെ എന്താ പറയുക, ഒരുപാട് വിട്ടുള്ള പാൻറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ഡിസൈൻ വന്നിട്ട് ഇലാസ്റ്റിക് ആണ്, ഫുൾ ഇലാസ്റ്റിക് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഫുൾ ഇലാസ്റ്റിക് ആണ് ഇഷ്ടം. അപ്പോൾ പാൻറ് വന്നിട്ട് പ്രിന്റഡ് പാറ്റേൺ ആണ്. പാൻറ്റിൽ നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു കളർ ഉണ്ട് കേട്ടോ, ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള പ്രിന്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ പ്രിന്റുകൾ വന്നിട്ടുണ്ട്. ഇതാണ് പാൻറ്റിൻ്റെ ആ ഒരു ഡിസൈൻ. പിന്നെ പാൻറ്റിൻ്റെ വിട്ട് കണ്ടോ, നല്ല വിട്ടുള്ള പാൻറ്റാണ് പെലാസോ, നല്ല വിട്ടുള്ള പാൻറ്റാണ്. ഏകദേശം ഷറാറ പാൻറ് പോലെ തന്നെ ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ പാൻറ്റിന് നല്ല ലെങ്ത് ഉണ്ട്, ആങ്കിൾ ലെങ്ത് ഉണ്ട്. ചില പാൻസ് ഒക്കെ എന്താ പറയുക, സിഗരറ്റ് പാൻറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ലെങ്ത് കുറവായിരിക്കും. പക്ഷെ ഈ ഒരു പെലാസോ എന്ന് പറയുന്നത് നല്ല ലെങ്ത് ഉള്ള പാൻറ്റാണ്, നല്ല കംഫർട്ടബിൾ ആണ്. സെയിം മെറ്റീരിയൽ തന്നെയാണ്, കുർത്തയുടെ അതേ മെറ്റീരിയൽ തന്നെയാണ്.
പിന്നെ പാൻറ്റിൽ ഇങ്ങനത്തെ ഗോൾഡൻ പ്രിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 895 ആണ്. കാരണം ഈ ഒരു മൊത്തം നമ്മൾ ഇതിൻ്റെ ഒരു മെറ്റീരിയലും ഡിസൈനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. സോ ഇതിൻ്റെ റേറ്റും എന്താ പറയുക അങ്ങനെ തന്നെ ഉണ്ട്, 895 ആണ് റേറ്റ്. ആ ഒരു ബ്രാൻഡിൻ്റെ ഡ്രസ്സുകൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ നല്ല റിവ്യൂസും റേറ്റിംഗ്സും ഒക്കെ ഉള്ള ഒരു സെറ്റാണ് കേട്ടോ. ഭംഗിയുള്ള ഒരു കുർത്ത സെറ്റാണ്. ഇഡാലിയുടെ തന്നെ ഒരു ഫങ്ഷൻ വെയർ, ഫെസ്റ്റിവൽ സമയത്തും അതുപോലെ കല്യാണത്തിന് പോകുമ്പോൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു കുർത്ത സെറ്റാണ്. സിമ്പിളാണ്, പക്ഷെ എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു കുർത്ത സെറ്റാണ്. മെറൂൺ കളറിലുള്ള കുർത്തയും പെലാസോ പാൻറ്റുമാണിത്. അപ്പോൾ ഇത് വന്നിട്ട് പ്രിന്റഡ് കുർത്തയാണ് കേട്ടോ. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത്. കണ്ടോ നല്ല ഭംഗിയില്ലേ. യോക്കിലൊക്കെ ഗോട്ട ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, ഗോട്ടാപ്പട്ടി വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യോക്ക് ഡിസൈൻ. ഇത് നോർമലായിട്ടുള്ള ഒരു കുർത്തയാണ്, സൈഡ് സ്ലിറ്റ്സ് ഉള്ള സ്ട്രെയിറ്റ് കുർത്ത. ഇതും റെഗുലർ ഫിറ്റ് തന്നെയാണ്. സോ ഇതും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ റെഗുലർ സൈസ് തന്നെ എടുത്താൽ മതി, സൈസ് കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. സ്ലീവ്സ് വന്നിട്ട് 3/4 ആണ് സ്ലീവ്സ്. സ്ലീവ്സിൻ്റെ അറ്റത്തും ഗോട്ട ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. കണ്ടോ ഗോട്ട ഡീറ്റെയിലിംഗ് ഉണ്ട്. അതുപോലെ ഈ കുർത്തയുടെ അറ്റത്തും ഗോട്ട ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ഒരു പ്രിന്റുകളൊക്കെ കാണാൻ. മെറൂൺ ആണ് മൊത്തത്തിൽ. പാൻറ്റും മെറൂൺ കളർ തന്നെയാണ്, പക്ഷെ പാൻറ്റിൻ്റെ ഡിസൈൻ മാറ്റമുണ്ട്. പാൻറ്റിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത്, ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നെക്ക് വി നെക്കാണ് കേട്ടോ, ചെറിയൊരു വി നെക്കും പിന്നെ ഒരു റൗണ്ടും. നെക്കൊക്കെ കയറിയിട്ടാണ്. പിന്നെ ബാക്ക് ക്ലോഷർ എന്ന് പറയുന്നത് ബട്ടൺ ക്ലോഷറാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. നല്ല കുർത്തയാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇട്ട് കഴിഞ്ഞാൽ. സ്ട്രേറ്റ് കുർത്ത, കാഫ് ലെങ്ത്തോളം ഉണ്ട്, നല്ല ലെങ്ത് ഉണ്ട്. കാഫ് ലെങ്ത്തും കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത്. പിന്നെ മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, കോട്ടൺ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടും നല്ലൊരു മെറ്റീരിയലാണ്. കോട്ടൺ ഇട്ട ഒരു ഫീലിംഗ് തന്നെയാണ് ഇത് ഇട്ടപ്പോഴും. ഇതാണ് ഡിസൈൻ, ഫ്രണ്ട് ഡിസൈൻ ഇതാണ്. പുറകിൽ ഇതാ ഈ ഒരു കംപ്ലീറ്റ് ഫ്ലോറൽ വർക്ക് കേട്ടോ. ഗോട്ടയുടെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ മാത്രമാണ്. ഇനി നമുക്ക് പാൻറ്റ് നോക്കാം. പാൻറ്റ് പെലാസോ പാൻറ്റ് ആണ്. വേസ്റ്റ് ഫുൾ ഇലാസ്റ്റിക് തന്നെയാണ് വേസ്റ്റ് വന്നിട്ടുള്ളത്. ഇത് നേരത്തെ കാണിച്ചതിനേക്കാളും നല്ല വിട്ടുള്ള പെലാസോ ആണ്. ആ ഒരു ഷറാറ ഡിസൈൻ പൂർണ്ണമായിട്ടും ഇതിനാണ് വന്നിരിക്കുന്നത്. ഷറാറ പാൻറ്റ് പോലെ തന്നെയാണ്, നല്ല വിഡ്ത്ത് ഉണ്ട്. അപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടേ പുറത്ത് കാണുള്ളൂ. നമ്മളിപ്പോൾ എൻ്റെയൊക്കെ ഹൈറ്റ് ലെങ്ത് അല്ല, എൻ്റെയൊക്കെ ഹൈറ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ ഒരു പാർട്ട് മാത്രമേ നമുക്ക് പുറത്ത് കാണുള്ളൂ. കുറച്ച് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ പിന്നെയും കാണും, ഇത്രത്തോളെങ്കിലും അറ്റ്ലീസ്റ്റ് പുറത്ത് കാണും. ഇത് ആങ്കിൾ ലെങ്ത് വരെയുള്ള പാൻറ്റാണ്. പാൻറ്റിൻ്റെ അറ്റത്ത് ഗോട്ട ഡീറ്റെയിലിംഗ് ഉണ്ട്. പാൻറ്റും നല്ല കംഫർട്ടബിൾ ആണ്, സെയിം മെറ്റീരിയൽ തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ട്രൈ ഓൺ കാണിക്കുമ്പോഴെല്ലാം ഇങ്ങനെ എന്നെ ചാക്കിൽ കയറ്റിയ പോലെ ഉണ്ടാവും. നല്ല എന്താ പറയുക ലൂസാണ് എനിക്ക് എക്സൽ എടുത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കുന്നുവെങ്കിൽ റെഗുലർ സൈസ് മാത്രം പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 895 തന്നെയാണ്. റേറ്റ് ഉണ്ട് അത്യാവശ്യം കേട്ടോ, പക്ഷെ എന്താ മെറ്റീരിയലൊക്കെ നല്ലതാണ്, നല്ല ക്ലോത്താണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ഇഡാല എന്ന് പറയുന്ന ബ്രാൻഡും നല്ല ബ്രാൻഡാണ്. നെക്സ്റ്റും ഒരു കുർത്ത സെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഡെയിലി വെയറും എടുത്തിട്ടുണ്ട്, ഫങ്ഷൻ വെയർസും എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ വെയർസ് ഒക്കെ എന്താ പറയുക, പാർട്ടിക്ക് പോകുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോൾ, ഫെസ്റ്റിവലിനൊക്കെ ഇടാൻ പറ്റിയ തരത്തിലുള്ള സെറ്റുകളാണ്. ഇത് വന്നിട്ട് ബേബി പിങ്ക് കളറിലുള്ള ഒരു സെറ്റാണ്. ഇതും കോട്ടൺ ബ്ലെൻഡാണ് മെറ്റീരിയൽ, പക്ഷെ നല്ല മെറ്റീരിയലാണ്. ഇത് സാധാരണ മറ്റേതൊക്കെ എക്സൽ എനിക്ക് പിന്നെയും ഓക്കെയാണ്, ഇത് ഓവർ സൈസാണ് കേട്ടോ, ഇട്ടിട്ട് ഇങ്ങനെ ബ്ലാ ബ്ലാ പോലെ ഉണ്ട്. അപ്പോൾ ഇത് കളറ് നല്ല കളറാണ്, ലൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിലും ഫുൾ ഗോട്ട ഡീറ്റെയിലിങ്ങും ടെസൽ ഡീറ്റെയിലിങ്ങും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇത് ഫ്ലെയർഡ് കുർത്തയാണ്. സോ ഇതും നിങ്ങളുടെ റെഗുലർ സൈസ് തന്നെ എടുത്താൽ മതി. സ്ലീവ്സ് 3/4 ആണ് സ്ലീവ്സ് ലെങ്ത് സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ്. പിന്നെ സ്ലീവ്സിൻ്റെ അറ്റത്ത് ഗോട്ട ഡീറ്റെയിലിംഗ് ഉണ്ട്, നേരത്തെ കാണിച്ചതുപോലെ. ലൈറ്റ് കളറായിട്ട് നല്ല ഭംഗി ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു ബേബി പിങ്ക്. അപ്പോൾ നെക്ക്, അതായത് യോക്ക് ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, കാണുന്നുണ്ടോ? യോക്ക് ഡിസൈൻ ഇവിടെയാണ് ഈ ഒരു ടെസൽ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, വെറൈറ്റി ആയിട്ടുണ്ടത്. നെക്കിൽ ബട്ടൺ, ഫ്രണ്ട് നെക്ക് ബട്ടൺ ക്ലോഷർ ആണ് വന്നിട്ടുള്ളത്. 2 ബട്ടൺസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഈ ടൈപ്പിലുള്ള. ഇത് 2 ഉണ്ട്. ഇത് നമുക്കിങ്ങനെ ഇവിടെ ഇട്ട് കൊടുക്കാം. പിന്നെന്താണ്, നെക്കൊക്കെ കയറിയിട്ട് തന്നെയാണ്. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തയാണ് കേട്ടോ. കുർത്തയുടെ അറ്റത്തും ഗോട്ട ഡീറ്റെയിലിംഗ് ഉണ്ട്. ഫുൾ പ്രിന്റഡ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. സിൽവർ പ്രിന്റുകൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റെഡ് കളറിലുള്ള പ്രിന്റുകൾ, മൊത്തം പ്രിന്റുകളാണ്. ഈ ഒരു കുർത്ത മൊത്തം പ്രിന്റുകളാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ എന്തായാലും ട്രൈ ഓൺ കാണിക്കുന്നുണ്ട്. ട്രൈ ഓണിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ കാണുമ്പോൾ മനസ്സിലാവും, ഇങ്ങനെ വലിയതായിട്ടാണ് ഉണ്ടാവുക. കണ്ടോ, ഇതാണ് മൊത്തം. ഇതിൽ കുറച്ച് നിങ്ങൾ ചിലപ്പോൾ ലൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്, പക്ഷെ ലൈറ്റ് കളറാണെങ്കിലും നല്ല കളറാണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണ് ഇട്ടാൽ, നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെയും പാൻറ്റ് വന്നിട്ട് എന്താണ്, പെലാസോ പാൻറ്റ് തന്നെയാണ്. വേസ്റ്റിൻ്റെ ഡിസൈൻ, വേസ്റ്റ് ഫുൾ ഇലാസ്റ്റിക് ആണ്. സെയിം എങ്ങനെയാണോ കുർത്ത ഉള്ളത് അതേ പാറ്റേൺ തന്നെയാണ് പാൻറ്റിലും വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെയൊക്കെ പാൻറ്റുകൾ നല്ല വിട്ടുള്ള പാൻറ്റുകളാണ്. നേരത്തെ കാണിച്ച പാൻറ്റിൻ്റെ അത്ര വിട്ട് ഇതിനില്ല, അതിനേക്കാളും കുറച്ചൊരു കുറവാണ്. പിന്നെ നല്ല ലെങ്ത്തും ഉണ്ട്, അതാ പറയാനുള്ളത്. കാഫ് ലെങ്ത് അല്ല, ആങ്കിൾ ലെങ്ത് ഉണ്ട്, നല്ല ലെങ്ത് ഉള്ള പാൻറ്റാണ്. പിന്നെ കുർത്തയുടെ ലെങ്ത്ത് കാഫ് ലെങ്ത്തോളം ഉണ്ട്, നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ്. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇടാൻ പറ്റിയ തരത്തിലുള്ള കുർത്തിയാണ്. നല്ല മെറ്റീരിയലാണ്, സെയിം മെറ്റീരിയലാണ്, കുർത്തയുടെ മെറ്റീരിയൽ തന്നെയാണ് പാൻറ്റിനും. നല്ല കംഫർട്ടബിൾ ആണ്, ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ്. പിന്നെന്താണ്, നല്ല കമൻസ് ആണ്, കമൻസും നല്ല റേറ്റിംഗ്സ് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൻ്റെയും റേറ്റ് വന്നിട്ട് 895 തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, റേറ്റ് ഉണ്ട് അത്യാവശ്യം. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അതിൻ്റെ എന്താ പറയുക, നെക്ക് ഡിസൈനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ഓറഞ്ച് ആയിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയത് നേവിയാണ്. ഇതിന് 2 കളർ ചേഞ്ചസ് ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് വണ്ണില്ലേ, ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ, ഇതിനും ഒരു 2-3 കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ബ്രൗൺ ഇല്ലേ, ബ്രൗൺ അല്ല മെറൂൺ, ഈ ഒരു മെറൂണിന് വേറൊരു കളർ ചേഞ്ച് കൂടെ ഉണ്ട്. ഇതിനും 2 കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഓറഞ്ചും ഈ ഒരു നേവി ബ്ലൂവും. ഇതൊരു പ്രത്യേകതരം ഒരു എ ലൈൻ കുർത്തിയാണ്. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്, കോട്ടൺ റയോൺ. കോട്ടൺ റയോൺ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ്. കോട്ടൺ റയോൺ എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്, കോട്ടൺ റയോൺ. അപ്പോൾ ഇത് വന്നിട്ട് സോളിഡ് പാറ്റേൺ ആണ് ഇതിൻ്റെ ഡിസൈൻ. ഇത് ഫുൾ ലെങ്ത് ഉള്ള ഒരു ഗൗണ് പോലെയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു ചെറിയൊരു ഫംഗ്ഷന് പോകുമ്പോഴേ ഇടാൻ പറ്റിയൊരു കുർത്തിയാണ്. അപ്പോൾ ഇതിലും ഗോട്ട ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് സെറ്റിന് ഒഴിച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഗോട്ട ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഒരു പ്രത്യേകതരം ഒരു എന്താ പറയുക, ഒരു ആർക്ക് പോലെയുള്ള ഒരു ഡിസൈനാണ് സ്ലീവ്സിൽ. സ്ലീവ്സിൻ്റെ അറ്റത്ത് ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്, ഗോൾഡൻ വർക്ക്. 3/4 അല്ല, ഇത് ഫുൾ സ്ലീവ്സ് ആണ്, ഇത്രത്തോളം ഉണ്ട്, ഫുൾ കവറിങ് ഉണ്ട്. എന്താ പറയുക, ഒരു നമ്മൾ പറയില്ലേ ചില ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് നല്ല വലിപ്പമുണ്ട്, വലിയ ഡ്രസ്സാണ്, അങ്ങനെ ഒരു വലിയ ഡ്രസ്സാണിത്. ഇതാണ് ഇതിൻ്റെ നെക്ക്. കണ്ടോ, ഫ്രണ്ട് നെക്ക് കുറച്ചൊരു ഡീപ്പ് നെക്കാണ്. ഡീപ്പ് നെക്ക് ഇൻ ദ സെൻസ് എനിക്കൊക്കെ ഇതൊരു ഡീപ്പ് നെക്കാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ചിലർക്ക് ക്ലീവേജ് കയറിയിട്ടായിരിക്കും ഉണ്ടാവുക.
അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ഡീപ്പ് നെക്കാണെന്ന് വേണേൽ പറയാം. ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. ഇത് ബട്ടൺ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ഫുൾ അറ്റാച്ച്ഡ് ആണ്, നമുക്കിത് അഴിച്ചു മാറ്റാൻ പറ്റില്ല. ഈ ഒരു ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഇല്ല, നോട്ട് പോസിബിൾ, നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റില്ല. ഇതിനൊരു ബട്ടൺ ക്ലോഷർ ഉണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കഴുത്ത് കാണാൻ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഡിസൈൻ വരുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ഫ്രണ്ട് വർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഇവിടെ ഒരു കട്ട് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പം അതിന് മേളിൽ ഇങ്ങനെ ഒരു ഗോട്ട ഡീറ്റെയിലിംഗ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. പുറകിൽ ഡിസൈൻ ഇല്ല, സോളിഡ് പാറ്റേൺ ആണ്. ഇതാണ് പുറകിൽ വരുന്നത്. സ്ലീവ്സിന്റെ അറ്റത്ത് കണ്ട ആ ഒരു സെയിം ഡിസൈൻ ഇല്ലേ, അത് തന്നെ ഈ ഒരു കുർത്തയുടെ അറ്റത്തും വന്നിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം എന്താ പറയുക, ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു കുർത്ത തന്നെയാണ്. പക്ഷെ ഫുൾ ലെങ്ത് വരും, ഫുൾ ആ ഒരു ഗൗണ് പോലെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്കൊരു റിസപ്ഷനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു കുർത്തയാണിത്, എ ലൈൻ കുർത്ത. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 764 ആണ്. ഇതാണ് കുറച്ചൊരു കുറവുള്ള കുർത്ത. ബാക്കിയൊക്കെ 895 ആണ് റേറ്റ്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, എനിക്ക് മെറ്റീരിയൽ ഇഷ്ടമായി. ഇതും ഞാൻ എക്സൽ തന്നെയാണ് എടുത്തത്. അപ്പം ഇതും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ റെഗുലർ സൈസ് തന്നെ എടുത്താൽ മതി. നല്ല മെറ്റീരിയൽ ആണ്, നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷെ അത്യാവശ്യം പ്രൈസി ആണ് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇവരുടെ ഡ്രസ്സുകളൊക്കെ. അപ്പോൾ എനിക്കിഷ്ടമായി. അപ്പം ഞാൻ ലിങ്ക്സൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഇതിൻ്റെ ലിങ്ക്സ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബ്രാൻഡിൽ തന്നെയുള്ള വേറെ കുർത്ത സെറ്റുകൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏതായാലും ഇത്തവണ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടമായി. പ്രത്യേകിച്ച് അതിൻ്റെ മെറ്റീരിയൽ കേട്ടോ, ഒരുപാട് ഇഷ്ടമായി. നല്ല എന്താ കംഫർട്ടബിൾ ആണ് ഇടാനൊക്കെ. മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ സൈസ് കൂട്ടിയെടുത്ത ആ ഒരു പ്രോബ്ലമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ ആണ്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഏതായാലും റെഗുലർ സൈസ് തന്നെ നോക്കിയെടുത്താൽ മതി. ഇത്രയും ഡ്രസ്സുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാ പ്രൊഡക്റ്റുകളുടെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും